ഡെലിവറി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഒരു അമ്മയെ സംബന്ധിച്ച് ഒരു കുഞ്ഞ് പിറന്ന് വീണ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാക്ടേഷൻ തന്നെയാണ്. അപ്പോൾ ലാക്ടേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ഫസ്റ്റ് മിൽക്ക് അഥവാ യെല്ലോ മിൽക്ക് എന്ന് പറയുന്നതിന്റെ കറക്റ്റ് പേര് കൊളസ്ട്രം എന്നാണ്. ഈ കൊളസ്ട്രം കുട്ടിക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണോ? ഓഫ് കോഴ്സ് അതെ. എന്തുകൊണ്ടാണ് കൊളസ്ട്രം വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ പറയാൻ കാര്യം? കാരണം ഇനിഷ്യൽ ഡേയ്സിൽ, അതായത് ഈ കൊളസ്ട്രം ആദ്യത്തെ ഒരു കുറച്ച് ദിവസമാണല്ലോ കൊളസ്ട്രം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഈ കൊളസ്ട്രം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു എക്സ്ട്രാ മിൽക്ക് കിട്ടുന്നു, ന്യൂട്രീഷൻ കിട്ടുന്നു, അല്ലാതെ തന്നെ മറ്റൊരു എക്സ്ട്രാ സാധനം കൂടി അതുവഴി കിട്ടുന്നുണ്ട്. അതെന്താണെന്നല്ലേ? അതാണ് ഒരു പാസീവ് ഇമ്മ്യൂണിറ്റി. അതായത് ആദ്യത്തെ മിൽക്കിനകത്ത് കൊളസ്ട്രത്തിനകത്ത് ഇമ്മ്യൂണോഗ്ലോബിൻ എ എന്ന് പറയുന്ന ഒരു ആന്റിബോഡി പ്രസന്റ് ആണ്. ഇത് കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മിൽക്ക് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കും. അതുകൊണ്ടാണ് ലാക്ടേഷൻ ഇൻ ദ ഇനിഷ്യൽ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൊളസ്ട്രത്തിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് അത് കൊടുക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക. എക്സാമിന് വരുമ്പോൾ അടിപൊളിയായിട്ട് ഇതിന്റെ ആൻസറിങ് ചെയ്യുക. അപ്പോൾ ലാക്ടേഷൻ ഉൾപ്പെടെ പഠിപ്പിച്ച് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതുപോലെ ഓരോ ചാപ്റ്ററും ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ജോയിൻ ചെയ്യൂ സൈലത്തിന്റെ അഗ്നി ബാച്ചിലേക്ക്. ഈ ഓരോ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങാനുള്ള എല്ലാ സജ്ജീകരണവും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വേഗം ജോയിൻ ചെയ്തോളൂ സൈലത്തിന്റെ അഗ്നി ബാച്ചിലേക്ക്.